അമേരിക്കയുടെ കീഴിലുള്ള മിഡിൽ ഈസ്റ്റിലെ AI കമ്പനികൾക്കെതിരെ ഇറാൻ ആക്രമണം ആരംഭിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ ഒരു ശക്തമായ ആക്രമണം ബഹ്റൈനിൽ ഇറാൻ നടത്തിയിരിക്കുകയാണ്. ബഹ്റൈനിലെ ഏറ്റവും വലിയ ഒരു കമ്മ്യൂണിക്കേഷൻ കമ്പനി, അതും ആമസോണിന് കീഴിലുള്ള ബാറ്റൽകോ എന്നറിയപ്പെടുന്ന കമ്പനിക്ക് നേരെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഖത്തറിന്റെ ഒരു എണ്ണ ടാങ്കറിന് നേരെ, കപ്പലിന് നേരെ ഇറാൻ ക്രൂസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ തുടങ്ങിയിട്ടുള്ള കപ്പലുകൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇറാൻ ഇതുവരെ ആക്രമണം നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്രൂസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഇന്നുണ്ടായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. കുവൈത്തിലുള്ള എണ്ണ സ്റ്റോറേജിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടന്റെ ഇറാഖിലുള്ള ഇർബിലും ആക്രമണം സമാനമായി എണ്ണ സ്റ്റോറേജിന് നേരെ ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ അത് ആരാണ് എന്ന് വ്യക്തമല്ല. അജ്ഞാത ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിന്റെ ഗുണഭോക്താവ് ഇറാനാണ് എന്നതിൽ സംശയമില്ല. കാരണം ഇന്ന് അന്താരാഷ്ട്ര തലങ്ങളിൽ എണ്ണയുടെ വില $200 എത്തിക്കുക എന്നത് ഇറാന്റെ ലക്ഷ്യമാണ്. അമേരിക്ക എല്ലാ നിലയിലും തകരണം. ലോകത്ത് അവരുടെ പിടിപ്പുകേട് കൊണ്ട്, അനീതി കൊണ്ട് ലോകം പൊറുതിമുട്ടുന്നതായി ലോകത്തിന് ബോധ്യപ്പെടണം. ലോകത്ത് സമാധാനം ഉണ്ടാക്കുകയല്ല, അശാന്തി പടർത്തുകയാണ് അമേരിക്കയും ഇസ്രയേലും ചെയ്യുന്നത് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുകയാണ് ഇറാൻ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ യുദ്ധത്തിൽ നമുക്ക് വ്യക്തമായൊരു പാഠം ഇറാൻ നൽകുന്നുണ്ട്. ഇറാൻ ഒരു ആക്രമണം ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രയേലോ അമേരിക്കയോ നടത്തിയതിന്റെ പിന്നാലെയായിരിക്കും. ഒരു എണ്ണ സ്റ്റോറേജിന് നേരെയോ അല്ലെങ്കിൽ എണ്ണ റിഫൈനറിക്ക് നേരെയോ ഇറാൻ ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ഈ അമേരിക്കയോ ഇസ്രയേലോ ആദ്യം ആക്രമണം നടത്താതെ, അതായത് അത്തരം ഏത് മേഖലകളിലും ഇറാൻ കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്രയേലോ അമേരിക്കയോ ഇറാനിൽ സമാനമായ ആക്രമണം നടത്തിയതിന് ശേഷമായിരിക്കും. ഇതിലൂടെ ലോകത്തിന് വലിയൊരു സന്ദേശം ഇറാൻ നൽകിയിട്ടുണ്ട്. കാരണം അത്തരം അവശ്യ വസ്തുക്കൾക്ക് നേരെ, മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമിക്കുക എന്നത് ഇറാന്റെ തിയറിയല്ല. ആദ്യം ഇറാൻ ആക്രമണം നടത്തിയതെല്ലാം GCC രാഷ്ട്രങ്ങളിലാണെങ്കിലും അതുപോലെ ഇസ്രയേലിലാണെങ്കിലും എല്ലാം അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെയും ബേസുകൾക്ക് നേരെയുമായിരുന്നു. എന്നാൽ ഇസ്രയേൽ ഇറാനിലുള്ള എണ്ണ റിഫൈനറി ആക്രമിച്ചപ്പോഴാണ് മിഡിൽ ഈസ്റ്റിലുള്ള അതുപോലെ ഇസ്രയേലിലുമുള്ള എണ്ണ റിഫൈനറികൾക്ക് നേരെ ആക്രമണം നടത്തിയത്. മാത്രമല്ല സ്റ്റീൽ കമ്പനിക്ക് നേരെ, ഇറാനിലുള്ള സ്റ്റീൽ കമ്പനി ആക്രമിച്ചപ്പോഴാണ് ലോകത്തെ ഏറ്റവും വലിയ അമേരിക്കയുടെ അലൂമിനിയം കമ്പനികൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. അതുപോലെ വെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോഴാണ് ഇറാൻ സമാനമായ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നടത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു നീക്കമൊന്നും ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പക്ഷേ ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന പ്രവൃത്തികളെല്ലാം, മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക, യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്തുക എന്നത് ഇസ്രയേലിന്റെ മാത്രം തീരുമാനങ്ങളാണ്, അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പദ്ധതികളാണ്. അതുകൊണ്ട് അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക എന്നതാണ് ഇറാൻ ഇതിലൂടെ കണ്ടിട്ടുള്ളത്. കാരണം ശത്രുവിന് സമാനമായ തിരിച്ചടി ഉണ്ടാകുമ്പോഴേ ഇതിന്റെ ഗുരുതരാവസ്ഥ, ജനങ്ങൾ എത്രമാത്രം പ്രയാസപ്പെടുന്നു എന്നത് ബോധ്യപ്പെടുകയുള്ളൂ. എന്തായിരുന്നാലും അടികൾക്ക് അടി തിരിച്ചു കിട്ടുന്നുണ്ട്. ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ സമാനമായ ആക്രമണമാണ് ഇറാനും നൽകിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഇസ്രയേൽ പല രാഷ്ട്രങ്ങളിലും അല്ലെങ്കിൽ അമേരിക്ക പല രാഷ്ട്രങ്ങളിലും ആക്രമണം നടത്തുമ്പോൾ അവിടെയൊക്കെ ആക്രമണം നടത്തി ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർത്ത്, സൈനിക സംവിധാനങ്ങൾ എല്ലാം തകർത്തുകൊണ്ട് ആ രാഷ്ട്രത്തെ പിടിമുറുക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിൽ ഇറാനിൽ അത്തരം ഒരു നീക്കം നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധമായ അന്താരാഷ്ട്ര തലങ്ങളിൽ തെറ്റായ ഒരു വാർ ക്രൈം, യുദ്ധ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെങ്കിൽ സമാനമായ ആക്രമണം ഇറാനും നടത്തിയിട്ടുണ്ട്. കാരണം ഈ കുറ്റത്തിന്റെ ഗൗരവം ശത്രുവിന് ബോധ്യപ്പെടുത്തുക എന്ന് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ബ്രിട്ടന്റെ ഇർബിലുള്ള എണ്ണ സ്റ്റോറേജിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇതിലൂടെ എല്ലാം എണ്ണ പ്രതിസന്ധിയാണ് ലോകത്ത് ഉയർന്നു വരുന്നത്.